നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം, അത്തം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 ജൂൺ ജൂലൈ മാസത്തിൽ ജാതകനിൽ വന്ന് ഭവിക്കുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കുന്ന മുന്നേ ഈ സമയത്തിലുള്ള ജൂൺ ജൂലൈ മാസത്തിലുള്ള ഗ്രഹസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഇടവം മിഥുനം രാശികളിലായിട്ടാണ് ആദിത്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അതായത് രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിലായിരിക്കും സഞ്ചരിക്കുന്ന കാലമാണ്. ഈ രോഹിണി, മകയിരം, തിരുവാതിര എന്ന് പറയുന്നത്, രോഹിണി, തിരുവാതിര ഞാറ്റുവേലയാണ് എന്നിവ ഭാഗികമായിട്ടും, മകയിരം എന്ന് പറയുന്ന ഞാറ്റുവേല പൂർണ്ണമായിട്ടും ജൂൺ മാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ജൂൺ 1 ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരുന്നു. ജൂൺ 30 രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ചന്ദ്രൻ മകയിര നക്ഷത്രത്തിലേക്ക് എത്തുന്നു. ജൂൺ 6 അമാവാസിയായിരുന്നു. ജൂൺ 21, 22 തീയതികളിലായിട്ട് പൗർണമിയും സംഭവിക്കും. ജൂൺ 1 ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ചു. ജൂൺ 18 വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്നുള്ള സമയം ഭരണി നക്ഷത്രത്തിലുമായിട്ടാണ് ചൊവ്വയുടെ സഞ്ചാരപാത അല്ലെങ്കിൽ സഞ്ചാര സമയം നടക്കുന്നത്. ബുധൻ ഇടവം രാശിയിൽ തന്നെ നിലകൊള്ളുന്ന ഒരു സമയമാണ്. ഈ ജൂൺ 14 മിഥുനത്തിലേക്ക് സംക്രമിച്ചു കഴിഞ്ഞു. ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗഢ്യാവസ്ഥ വരും എന്നുള്ളതാണ്. ശുക്രൻ ഇടവം രാശിയിലാണ്. ജൂൺ 12 മിഥുനത്തിലേക്ക് സംക്രമിച്ചു. ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗഢ്യാവസ്ഥയിൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. വ്യാഴമാകട്ടെ ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും വ്യാഴമൗഢ്യം ജൂൺ 4 അവസാനിക്കുകയും ചെയ്തു. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയാണ്. രാഹുവും കേതുവും യഥാക്രമം രാഹു മീനം രാശി രേവതി നക്ഷത്രത്തിലും കേതു കന്നി രാശി അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് അത്തം നക്ഷത്ര ജാതകരുടെ ശുഭാശുഭ ഫലങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഫലങ്ങൾ പറയുന്നത്. അത്തം നക്ഷത്ര ജാതകർക്ക് ഈ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് യാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. വിദഗ്ധ ചികിത്സകൾ കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടൊക്കെ ആരോഗ്യം തൃപ്തികരമായിട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിന് കുറവ് തോന്നുന്നു എന്ന് വരാം. കുറവ് തോന്നലായിട്ടൊരു അനുഭവത്തിൽ വരാം. ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. തൃപ്തിയായിട്ടുള്ള ഗൃഹം വാങ്ങിച്ച് താമസിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ തുടങ്ങും. അല്ലെങ്കിൽ ഇതിനകം തന്നെ തൃപ്തിയായിട്ടുള്ള ഗൃഹം, മനസ്സിനിണങ്ങിയതും ആഗ്രഹിച്ചതുപോലുള്ളൊരു ഗൃഹം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കണം എന്നുകൂടി പറയുന്നു. പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുഭവഫലം കുറയുന്നൊരു സമയമാണ്. യാത്രാവേളകളിലൊക്കെ പണം ഒരുപാട് ചിലവാകുന്ന സമയമാണ്. അല്ലെങ്കിൽ പണമോ വിലപ്പെട്ട രേഖകളോ നഷ്ടപ്പെടാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കണം. മനസ്സിന് സ്വസ്ഥത കുറയുന്നൊരു സമയമായിരിക്കും. കൂടാതെ മാതാപിതാക്കളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും മാതാപിതാക്കളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യും. പുണ്യപ്രവർത്തികൾക്കും ധർമ്മപ്രവർത്തികൾക്കുമൊക്കെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തും എന്നുള്ളതാണ്. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പോലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ തീർത്തു കൊടുക്കാനും നിറവേറ്റുവാനുമായി ഇറങ്ങിത്തിരിക്കും. ഉദ്യോഗത്തോടനുബന്ധമായിട്ടുള്ള
ഉപരിപഠനം, പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുവാനും അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളിൽ ചേർന്ന് പഠിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നൊരു സമയമാണ്. ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കുന്നത് വഴി സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ കുറച്ച് മെച്ചം വയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. വ്യത്യസ്തമായ പ്രവർത്തന ശൈലി അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെട്ട അവസ്ഥയെ അതിജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വ്യാപാര വിപണന മേഖലകളിൽ പുതിയ പ്രചരണ രീതികളൊക്കെ അവലംബിക്കുവാൻ സാധിക്കും. ഒട്ടേറെ കാര്യങ്ങൾക്ക് നിഷ്കർഷതയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ഔദ്യോഗികമായി കിടന്നിട്ടുള്ള സ്ഥാനമാനങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ശമ്പളം, കുടിശ്ശികയായിട്ട് കിടക്കുന്ന ശമ്പളം, അതൊക്കെ തന്നെ മുൻകാലത്തെ പ്രാബല്യത്തോടു കൂടി ലഭിക്കും എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഈ സമയത്തത് ആതുര സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സമയമാണ്. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് മനസ്സിലാക്കി അത് നടപ്പിലാക്കി തന്ന മുതിർന്ന മേലധികാരികളോടൊക്കെ ആദരവ് തോന്നുന്ന ഒരു സമയമാണ്. കൂടാതെ തന്നെ സ്വന്തം കഴിവിലുള്ള ഒരു വിശ്വാസവും അതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് ദുഷ്കരങ്ങളായ പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി സുഹൃത്തുക്കൾ ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ നിർബന്ധിതമാകുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഭാഗ്യമായിട്ടുള്ള വ്യാഴത്തിൻ്റെ പ്രവർത്തനത്താൽ തന്നെ കാര്യവിഘ്നങ്ങളൊക്കെ അകന്ന് പോയിട്ട് നേട്ടങ്ങളുണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ഗാർഹികാന്തരീക്ഷം സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകും. മുൻപ് തന്നെ പ്രയത്നിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ അതൊക്കെ തന്നെ ഇപ്പോൾ സഫലമാകുന്നതാണ്. ഗുരുജനങ്ങളെ കാണുവാനും അവരുടെ അനുഗ്രഹം തേടുവാനും അവസരങ്ങൾ വന്നെത്തും. പഴയ രേഖകൾ ഏത് തന്നെ ആയിക്കോട്ടെ, പഴയതായിട്ടുള്ള രേഖകൾ മുടങ്ങിക്കിടക്കുകയാണ്, പുതുക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പുതുക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമ്മർദ്ദങ്ങൾ കുറച്ച് ഉയർന്നിരിക്കാം. എന്നാൽ തന്നെ അത് കുറച്ച് രണ്ടാമത്തെ വാരമൊക്കെ കഴിയുമ്പോൾ അതൊന്ന് പരിഹരിക്കപ്പെടുന്നതിന് പോംവഴി തെളിഞ്ഞു വരികയും അത് ക്ലിയറാക്കി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. പാരിതോഷികങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ ഊഹക്കച്ചവടത്തിൽ ആദായം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ജീവിത വീക്ഷണം പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ ഭംഗിയുള്ളതായിത്തീരും. കലാപ്രവർത്തനം, സാഹിത്യരചന തുടങ്ങിയവയിൽ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ രീതിയിലാണ് അത്തം നക്ഷത്ര ജാതകർക്ക് ജൂൺ ജൂലൈ മാസം 2024 വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.